Hello friends, welcome back. It's me Football Gamers aka ഫിസാൻ. സോ ഇന്ന് നമ്മളിത് മൈ ലീഗിൻ്റെ എപ്പിസോഡ് 10 ആയിട്ട് വന്നിരിക്കുന്നു. നമ്മളപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ ഡെയിലി ഗെയിമിൽ പെനാൽറ്റി അടിച്ച് മിസ്സായി. പക്ഷേ എനിക്ക് ഒരൊറ്റ ഇത് കൂടി താണ്ടി കഴിഞ്ഞ് എനിക്ക് മറ്റേ വേൾഡ് വൈഡ് കിട്ടും, ടോണി അഡംസ് ബെക്കാമുള്ളത്. അതിലെനിക്ക് കിട്ടി ഗൈസ്, ടോണി അഡംസിന് കിട്ടി. യെസ്, പൊളി കാർഡ് ഗൈസ്, പൊളി എന്ന് പറഞ്ഞാൽ പൊളി. ഇന്ന് ഞാൻ ഇത് കളിച്ചിരുന്നു, ഫ്രണ്ട് PvP മാച്ച്. എനിക്കിവനെ കിട്ടി, ഭയങ്കര സന്തോഷമായി ഗൈസ്, ഭയങ്കര സന്തോഷമായി. ആൻഡ് യാ ബെസ്റ്റ്, പൊളി എന്ന് പറഞ്ഞാൽ പൊളി, വേറെ എനിക്കൊന്നും പറയാനില്ല. സോ ഞാൻ വീഡിയോയിലേക്ക് പോയി പെട്ടെന്ന് മാച്ചസൊക്കെ തീർക്കാം. അതിന് കുറച്ച് മാച്ചുകളും കൂടിയേ ഉള്ളൂ. പിന്നെ ഒരു 14 മാച്ച് എന്തോ ഉണ്ടോ, 14 മാച്ച് എന്തോ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് തീർക്കാം. മാനേജർ ഒപ്റ്റിമൈസേഷൻ വേണ്ടായിരുന്നു, കളിക്കാം ഗൈസ്. അയ്യോടാ ഗൈസ്, ഞാൻ ഇതിൽ ടോണി അഡംസിനെ ഇറക്കാൻ മറന്നു. കുഴപ്പമില്ല, കളി കളിക്കാൻ കളി കയറി കാണാം. അയ്യോ ഗൈസ്, ഞാൻ റെക്കോർഡ് നിൽക്കാൻ മറന്നുപോയി, ഇപ്പോഴാണ് ഞാൻ ഓർമ്മ വന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കളി സ്റ്റാർട്ട് ചെയ്ത്, നമ്മളാണ് സ്റ്റാർട്ട് ചെയ്തത്, നമ്മളല്ല സോറി, അവരാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഗോൾ അടിച്ചിട്ടില്ല, കുഴപ്പമില്ല, നമ്മൾ അടിച്ചിരിക്കും ഗൈസ്. പക്ഷെ അവന്മാർ നല്ലപോലെ പാസൊക്കെ കളിക്കുന്നു. പിന്നെ ഇത് തിരിയണ്ടായിരുന്നു. ഓക്കെ 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 ജസ്റ്റ് മിസ് കയറാനായിരുന്നു. ഗൈസ് നല്ല ടഫ് ഉണ്ട് കേട്ടോ. ഞാൻ ലോങ് റേഞ്ച് അടിക്കാൻ നോക്കുകയാണ്, കുഴപ്പമില്ല ഗൈസ്. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല എന്നാണ് എനിക്കിവിടെ ഒരു മെസ്സേജ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പോയി ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ നമ്മൾക്ക് ഒരു ഗോൾ പെട്ടെന്ന് അടിക്കാം. നിങ്ങൾ ഞാൻ ഗോൾ അടിച്ചതിന് നിങ്ങൾ ലൈക്ക് ചെയ്തെന്ന് അർത്ഥമാണ്. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല ഗൈസ്, ലൈക്ക് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. എടാ ബെല്ലിംഗാം എവിടെ കയറി വന്നു. ഹാഫ് ടൈം എന്നായിടാ, ഹാഫ് എന്നായി, സെക്കൻഡ് ഹാഫ് തുടങ്ങി. ഈ ഹാഫ് നമുക്ക് എക്സ്ട്രാ ഇതുണ്ടാകും, ലക്ക് ഉണ്ടായിരിക്കണം. നേരത്തെ അടിക്കാൻ പോയത് ബെല്ലിംഗാം ഇടയിൽ കയറി വന്നു, കാരണം കയറില്ല. ഡേവിഡ് വില്ല ഒരു ക്രോസ്, റയൻ സറഗോസ. എടാ
നമുക്ക് ഓഫ്സൈഡ് എനിക്ക് ഓഫ്സൈഡ് 1-1. അതിലെങ്കിലും 1-1 ഉണ്ടല്ലോ. നമ്മൾ ലോങ് ഇവിടെ നിന്ന് അടിക്കാം. ബാറ്റിസ്റ്റൂട്ടാ. ലക്കില്ല ഗൈസ് നമുക്ക് ഈ കളി ലക്കില്ല, തീരെ ലക്കില്ല. അവന്മാരുടെ ഡിഫൻസ് നല്ല ഡിഫൻസാണ്. ഇത് ഡ്രോ ആകരുത്. ഡ്രോ ആയിക്കഴിഞ്ഞാൽ ബാർസലോണയ്ക്ക് അവിടെ ഒരു മുന്നേറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ സീനാണ്. ഇപ്പോൾ ബെല്ലിംഗാം ബാറ്റിസ്റ്റൂട്ട. എടാ ഗൈസ് ഇത് നമുക്ക് ഫുള്ളി ആയിട്ട് നോക്കാം, എന്നിട്ട് കളിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, ഫൈനലി ഒരു ഗോൾ അടിച്ച്. ഫൈനലി 64-ാം നിമിഷത്തിൽ ഒരു ഗോൾ. അത് പൊളിയായിരുന്നു. അത് നല്ല ഗോളായിരുന്നു. എനിക്ക് നിങ്ങൾക്ക് നല്ല ഗോളാണെന്ന് അറിയില്ല. അവന്മാർക്ക് കുറച്ച് ടഫ് കൊടുക്കാം. ജീസസ്. എടാ ഞാൻ പാസ്വേഡ് നോക്കിയിട്ട് ഇടണില്ലടാ. ഓക്കെ. What is happening right now? Bro? അത് കേറിയില്ല. ഒരു നിമിഷം ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ കളി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ എനിക്ക് മറ്റേ സൗണ്ട് ഇല്ലാണ്ട് കളിക്കാൻ പറ്റണില്ല. ഓക്കെ, ഒരു ക്ലിയർ. എടാ അല്ല, പിന്നെ എൻ്റെ ടീമിൽ ഇവ മാത്രമേ മര്യാദയ്ക്ക് കളിച്ചിട്ടുള്ളൂ ഗൈസ്. ഒന്ന് ബാറ്റിസ്റ്റൂട്ട, ഇനി ഒന്ന് റോബർട്ടോ കാർലോസ്. ഇവർക്ക് രണ്ടുപേർക്കിരിക്കണം മാൻ ഓഫ് ദി മാച്ച് വരേണ്ടത്. അവിടെ ഈ കളി പെട്ടെന്ന് കഴിഞ്ഞു. സൂപ്പർ സ്റ്റാറാ. മാൻ ഓഫ് ദി മാച്ച് ബാറ്റിസ്റ്റൂട്ട. കോസ് അവൻ ഒരൊറ്റ ഗോൾ അടിച്ച് മാൻ ഓഫ് ദി മാച്ചായി. 7.5 വീണ്ടും അതേ സ്ഥിതി. എന്ത് നമുക്ക് പിന്നെ ടോണി ആഡംസിനെ കൊണ്ടുവരണം. ഈ സമയം കൂടുതൽ ഗോൾ അടിക്കണം. ഇവർ കുറേ ഗോൾ അടിച്ച് വരാനുണ്ട് ബാർസലോണ. ടോണി ഇവിടെ തന്നെ ഉണ്ട്. ഫിനാലെ ടോണി ആഡംസ് ടീമിലേക്ക് കയറി വന്ന്. ഞാൻ പെപ് ഗാർഡിയോളനെ നോക്കട്ടെ. അവിടെ ക്രിസ്ത്യാനോ, സ്നൈഡർ. അത് മതി. 3137 വെറുതെ അല്ല. ഇപ്പോൾ 60 നോക്കിക്കോ ഗൈസ്. 60 ഗൈസ്. പിന്നെ നമ്മുടെ സാബി അലോൺസ് റിയൽ മാഡ്രിഡിലേക്ക് വന്നിരിക്കുന്നു. റിയൽ മാഡ്രിഡ് ഫാൻസ് ആരൊക്കെയുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂട്ടുകൂടി ഇരിക്കാം, മിണ്ടി പറഞ്ഞ് ഇരിക്കാം. എനിക്ക് ഇതൊരെണ്ണം വേണം. ഇതൊരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കാർലോസിന് ഇവിടെ ഇറക്കാൻ പറ്റും. ഇവിടെ ഇറക്കിയാൽ പൊളിയാണ്.
ഞാൻ കാർലോസിൻ്റെ സ്റ്റാറ്റ്സ് ഇതുവരെ കണ്ടിട്ടില്ല. എന്ത് ചെയ്യാൻ? ഓ വാവ് വാവ്, സ്റ്റാമിന 99. വാവ്, I didn't know that. അതെനിക്കറിഞ്ഞില്ല ഗൈസ്. അവനക്കറിയില്ല. ഏരിയൽ സുപ്പീരിയോറിറ്റി ഒക്കെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. എന്നാണ് ഇപ്പം നമ്മുടെ ടീം. ഗൈസ് ഞാൻ ആരെയും വാങ്ങിക്കാൻ പോയി. ഞാൻ കിക്കിംഗ് പവർ എടുത്തു. എന്തൊക്കെ കൂടി ഇതെടുത്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കൂടി ബാലൻസ്. ഓക്കെ, ലോ പാസ്, ഫിഫ്റ്റർ പാസ്. ഇത് ഡിഫെൻസീവ് അവയർനെസ്, ടാക്കുകൾ, ഫിസിക്കൽ കോണ്ടാക്ട്. ഓക്കെ, നമ്മുടെ അറ്റാക്കേഴ്സിന് പ്രത്യേകിച്ച് അങ്ങനെ കൊടുക്കില്ല. എന്നിട്ട് ഒഫെൻസീവ് അവയർനെസ്, ഫിനിഷിങ്. അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ടാണ് നല്ലത്. ഇതെന്തോട്ടോ? ഓക്കെ ഗൈസ്, അപ്പം മനസ്സിലായി. ഇത് വന്നിട്ട് മാനേജർ ഓപ്റ്റിമൈസേഷൻ എഫക്റ്റ് എടുക്കുന്നത് വന്നിട്ട് എപ്പോഴാണെന്നറിയോ? നമ്മുടെ ടീമിൻ്റെ റേറ്റിംഗ് 79 അല്ലെങ്കിൽ 80 കീഴുള്ളപ്പോഴാണ്. അല്ലാണ്ട് എടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഇപ്പോൾ നോക്കിയത്. വാവ് വാവ്, അയ്യോ കൂടി. ഗൈസ് എൻ്റെ ഗോൾ കീപ്പർ കൂടി ഗൈസ്. എൻ്റെ ഗോൾ കീപ്പർ 101. ഓ, കിക്കിംഗ് പവർ കൂടിയപ്പോൾ അത് കൂടിയിട്ടുണ്ടാവണം. അങ്ങനെ കൂടിയിട്ടുണ്ടാവണം. റൊണാൾഡോക്കൊക്കെ റൊണാൾഡോ 101 ഇപ്പോൾ. കിക്കിംഗ് പവർ 99 അല്ലേ? ഇവിടെ സബ്സ്ക്രിപ്ഷൻ ചെയ്യറോ? പിന്നെ ഇറക്കാൻ വെച്ചില്ലാത്ത നമുക്ക് മാച്ച് കളിക്കാം. നമ്മുടെ കളി തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്ത്യാനോ, ലാമിൻ യമാൽ, ഒടിച്ചെന്ന് വേണം പറയാൻ. എടാ അവന്മാർ എടുത്തടാ. എടാ അവൻ്റെ ഗോളി മുന്നിൽ കന്ന് ബുദ്ധി യൂസ് ചെയ്തടാ. ഗോളി ബുദ്ധി യൂസ് ചെയ്ത്. ഗൈസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ടോണി ആഡംസിൻ്റെ ഇതെന്തിട്ടുണ്ട്. അവൻ സേവ് ചെയ്യും ഗൈസ്. മൊത്തം ഡിഫെൻസ് ചെയ്യും. വിടത്തില്ല ഒരുത്തന്. ഇപ്പം തന്നെ ഒരെണ്ണം അടിച്ചാനായിരുന്നു റൊണാൾഡോ. പക്ഷെ അടിക്കാൻ സമ്മതിച്ചില്ല. വിടൂലടാ നിങ്ങളെ, ഞാൻ വിടൂലടാ. എൻ്റെ ടോണി ആഡംസ് ഉള്ളപ്പോൾ വിടൂലടാ. ഏതാ പാസ്? അവിടെ അടിക്കാൻ സമ്മതിക്കടാ. ഗൈസ് അവരുടെ ഡിഫെൻസ് ഭയങ്കര പിന്നെ മാൻമാർക്ക് ചെയ്ത് കളിക്കില്ല, അതേപോലെ കളിക്കണം. അടി കേറുന്നില്ല.
ഇതൊക്കെ കയറിക്കഴിഞ്ഞാലില്ലേ പൊളിക്കും. ആ കിക്കിംഗ് പവർ കൂടുതൽ കാരണം നോക്ക്, അവന് തൊട്ടുള്ളൂ പക്ഷെ ബോൾ നല്ല പവറി പോകും. ഇതാണ് കിക്കിംഗ് പവർ. കണ്ട, ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് തൊട്ടെടുത്തുള്ളൂ, അത് കയറി പൊളി പൊളി പൊളി. ആ അത് കേൾക്കുമുണ്ടല്ല നല്ല രസമാണ്. ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ട, നല്ല രസമാണ് ഗൈസ് അത് കേൾക്കാൻ. അവൻ്റെ കാലിലേക്ക് എന്നിട്ട് പാസ് ചെയ്ത് കൊടുക്കണേ. എനിക്ക് ഇഷ്ടമല്ല ഗൈസ് അതൊന്നും, ഭ്രാന്താവും കാണുമ്പോൾ. ഇപ്പോൾ ബെല്ലിംഗം എടാ എടാ ബെല്ലിംഗോൾ ജൂഡേ. മെസ്സി കേറിയാണ് ആ കളി. അതൊക്കെ അവൻ്റെ കാലിലേക്ക് ഓടിച്ചല്ലടാ ഗൈസ്, ഒരുത്തന്നെ ഓടില്ല. എന്നിട്ട് ഞാൻ അങ്ങടഞ്ഞ പാസ് ചെയ്ത് കൊടുക്കുന്നു. What? Wait, what? No way, brother. ഓക്കെ ഗൈസ്, കുറച്ച് നേരം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ ഗോള് യമാലടിച്ച്, ആഡംസ് അല്ല യമാലടിച്ച്. ഈ ഗോൾ കീപ്പർ ഒരു മാതിരി ഗോൾ കീപ്പർ ഗൈസ്, എനിക്ക് ഇഷ്ടമല്ല അവന്. കുറച്ചും കൂടി മോനെ. ഇതെന്താണ്ട പുറത്തോണ് പോള് ഏത് നേരവും. ഒരെണ്ണം പോലും ഒരു ലോങ് റേഞ്ച് കയറുന്നില്ല. റൊണാൾഡോനെ ചടിച്ച് കാണിച്ചതാ. അവൻ്റെ കാലിലേക്ക് തന്നെ കയറി ചെന്ന് കൊടുത്തവൻ. പൊളി പൊളി നൈസ്. ഫേക്ക് ചെയ്ത് എനിക്കെതിരെ അവൻ ഫേക്ക് ചെയ്യുമെങ്കിൽ ഞാൻ അവനെയും ഫേക്ക് ചെയ്യും. വടാ എടാ, അവൻ എന്തിനാണ് അവിടെ അങ്ങനെ നിന്നത്? ഒരു പോസ് വെച്ച് അങ്ങനെ നിൽക്കുന്നു. ലാഗ് ലാഗ് പറയണില്ല ഞാൻ. Man, come on. അടിക്കടാ ഒരെണ്ണം അടിക്കടാ. അങ്ങനെ വിടല്ലേ അവൻ. ദേഷ്യം വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ കുറേ ചാൻസായി എല്ലാവരും എടുത്ത് മിസ് ചെയ്തുകൊണ്ടിരിക്കണം എൻ്റെ പ്ലേയേഴ്സ്. ബ്രോ അയ്യോ, ബോൾ പുറത്തു പോയില്ല എന്നൊരു ഷോക്ക്. റൊണാൾഡോ അത് അടിച്ചില്ല എന്നൊരു ഷോക്ക്. ഭ്രാന്ത് എന്തോട്ട് കളിയടക്കി. അവൻ അങ്ങോട്ട് കയറി ചെന്ന് കൊടുത്തു. പൊട്ടൻ തന്നെ.
യെസ് യെസ്. കറക്റ്റ് ഓടി വന്നപ്പോൾ തന്നെ അവൻ വിസിലടിച്ച്. ഈ ഗോൾ പോലും അടിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞില്ലേ. 2 കളി കഴിഞ്ഞു അങ്ങനെ. ഓക്കെ ഗൈസ്, ബാർസലോണ 2-0 ജയിച്ച്. നമ്മൾ ദേ ഹാഡ് ലോസ് ബ്രോ. പാവങ്ങൾ ഗൈസ് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ സീസൺ കളിച്ചപ്പോൾ അവന്മാർ തോറ്റി. Amateur Abu keep 2 clean sheet. കോമ്പറ്റീഷൻ ഇൻഫോ ഗൈസ്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ എൻ്റെ ഒരു പ്ലെയർ പോലും ഓടില്ല. അത് കാരണം ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, ഈ കളി ബിഗിനറിലിട്ട് കളിക്കാൻ പോകും. എൻ്റെ പ്ലേയേഴ്സ് ടോപ്പായി നിൽക്കണം ഈ കളി. അത് കാരണം ഞാൻ ബിഗിനറിൽ കളിക്കാൻ പോകുന്നു ഗൈസ്. സോറി, ഞാൻ ബിഗിനറിൽ കളിച്ചേ എനിക്കാവുള്ളൂ. എൻ്റെ ഒരുത്തം പോലും ടോപ്പ് 4-യിലില്ല. അത് കാരണം നമ്മളുടെ പ്ലേയേഴ്സ് ടോപ്പ് 4-യിൽ ഉണ്ടാവണം ഗൈസ്. എനിക്കത് വേണം, ഇല്ലെങ്കിൽ എനിക്ക് സങ്കടം. ഓക്കെ, ഞാനവിടെ നോക്കിയപ്പോൾ എൻ്റെ ഇത് മാത്രം ലോങ് നിൽക്കുന്ന പോകുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് നിൽക്കട്ടെ. ആ സെക്കൻഡ് സ്ട്രൈക്കർ കളിക്കണമെന്ന്. This is what I was planning. Yes. ഓക്കെ, ഇപ്പോൾ കളിക്കാം. അവന്മാരാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൊരു 12 ഗോളെങ്കിലും അടിക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ പോയിൻറ്റ്സ് ഒക്കെ കൂടും. ബയോ ഗോൾ 4-ാം നിമിഷത്തിൽ ഒരു ഗോൾ. പിന്നീട് പെട്ടെന്ന് കളിക്കണം ഗൈസ്. അപ്പോഴേ നമുക്ക് കുറേ ഗോൾ പെട്ടെന്ന് അടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ബാറ്റിസ്റ്റൂട്ടാ എന്ന് പറയില്ല എടാ. ബിഗിനറിലോല് ഈ ഗോൾ കീപ്പേഴ്സ് ഇങ്ങനെ ലോങ് റേഞ്ച് അടിച്ച് ഇതൊക്കെ സേവ് ചെയ്യണത്. അങ്ങോട്ട് കോസ്റ്റാ കുർട്ടയുടെ കാലിലേക്ക് പോയടാ. വിട്ടുകൊടുത്താ അവൻ വിട്ടുകൊടുത്തി. ദേഷ്യം വരുന്നു. ഇതാണ് ഇവന്മാരുടെ പ്രശ്നം ബ്രോ. ഫൈനലി ഒരു ഗോൾ അടിച്ചേ. Wait, what? പെട്ടെന്ന് ഇരിക്കണം ഗൈസ് നമ്മൾ അടിക്കേണ്ടത്. ബ്രോ ഒരു 12-0 ജയിക്കാം ഗൈസ്. അവൻ്റെ കാലിലേക്ക് തന്നെ കയറി കൊടുത്തു. ബിഗിനറിൽ റൊണാൾഡോ അവൻ്റെ കാലിലേക്ക് തന്നെ കയറി കൊടുത്തു. ബ്രോ ലീവ് മീ അലോൺ മാൻ. ബ്രോ അവനെന്നെ വിടൂലെന്ന് ഉറപ്പിച്ച്. ഇനി അടിക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെ അവൻ ഉറപ്പിച്ചു എന്നോട്. അടിച്ചോ. ഓഫ്, ഫൈനലി എന്താലേ. നീ യമാലിനെ കൊണ്ട് ഒരു 2 ഗോൾ അടിപ്പിക്കാം. അപ്പോൾ യമാലിനൊരു ഹാട്രിക്കായി. ഇവനും റൊണാൾഡോയുടെ കൂടെ ചേർന്ന്
അവൻ്റെ കാലിലേക്ക് തന്നെ കയറി കൊടുക്കൽ തുടങ്ങി. What? Wait, what? അവൻ്റെ കാലിലേക്ക്. ഗൈസ്, ഞാൻ ഇനി ആരെ കൊണ്ട് ഇങ്ങനെ അടിക്കണമെന്ന് നോക്കൂല ഗൈസ്. ഞാൻ മൊത്തം ആര് വെച്ചായാലും അടിക്കും. അവിടം വരെ പോയി. നേരത്തെ ത്രൂ കൊടുക്കാൻ പറഞ്ഞു. ബ്രോ, എടാ ഞാൻ ബിഗിനറിലാണോ കളിക്കണില്ലേ? വേറെ വല്ലതോ ലെജൻഡാ? ലാഗ് കോപ്പ്. ടോട്ടൽ ഗോൾസ് 500. ടോട്ടൽ ഗോൾസ് 500 എന്ന് പറയണേ. ഓ, ഏതാ ഗോള്? ഓ, ഞാൻ പുറത്തു പോകുമെന്ന് വിചാരിച്ചു. ഹാഫ് ടൈം ആയി. 26 നിമിഷം കൂടി. ഇന്നൊരു 4 കളി അങ്ങനെ ആക്കാൻ വെക്കുന്നു. കയറൂല. അല്ലെങ്കിൽ തന്നെ അത് സേവ് ചെയ്യണം ഗൈസ്. ഇതുപോലും അവന് ഞാൻ പവർ കൊടുത്തിട്ട് അവന്മാർ കേറ്റിപ്പിക്കൂല എന്ന് പറഞ്ഞാല്. ബ്രദർ, വാട്ട് ആം ഐ വാച്ചിങ് റൈറ്റ് നൗ? എൻ്റെ മേത്ത് തട്ടി പോണതല്ലടാ കണ്ട. ഇതൊന്നും അടിക്കില്ല. വോ 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 വോ. Konami, I'm just chilling with you guys. I don't have any problem. Okay, Konami? Okay? Yeah. ഇങ്ങനെ ലാഗ്. നെറ്റാണെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷെ 5G ആണ്. ഇതിട്ട് കുഴപ്പം വരില്ലേ ഈ സമയത്ത്? അവിടെ ഒന്നും അടുത്തോണ്ടെന്ന് അടിക്കണം. നമ്മളാണ് പോളി. 5 എൻ്റെ ബാറ്റിസ്റ്റൂട്ട ഗോൾസ് അടിക്കണത്. ഇതെങ്കിലും അടിക്കും. അല്ല പിന്നെ നെറ്റ് ഉണ്ട്, പക്ഷെ എന്താണെന്ന് അറിയില്ല. നമ്മൾ പൊളിയല്ലേ ഗൈസ്, നമ്മൾ പൊളി. മക്കളെ ഫുൾ അറ്റാക്കിലിട്ട് കളിക്കാം. വാങ്ങിച്ചു, ബോൾ എടുത്തു, അത് വാങ്ങിച്ചില്ല. ബ്രോ, ഫ്രീ പോസ്റ്റുകൾ മിസ് ചെയ്യാന്ന് പറഞ്ഞു. മാരെ വിടണില്ലേ?
വിടൂല. എടാ അവൻ്റെ കാലിലേക്ക് തന്നെ കയറി കൊടുക്കാൻ കാരണം എന്താണെന്നെങ്കിലും പറ. അടിക്കും മോനെ. ഞാൻ ശരിക്കും ബാറ്റിസ്റ്റൂട്ട കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം ബാറ്റിസ്റ്റൂട്ടിന് കുറേ ഗോൾ ഈ മാച്ച് അടിച്ചത്. ഇപ്പോൾ ബാറ്റിസ്റ്റൂട്ട ഞാൻ അടിക്കട്ടെ എന്ന് വെച്ചതാണ്. ഈ 13 ഗോൾ അടിക്കുമെന്ന് പറഞ്ഞ പോലെ അടിക്കൂ. ഇല്ലടാ. വിരാട് കോഹ്ലിയാ? ഓഫ്, എൻ്റെ കാലിലേക്ക് തന്നെ കൊടുക്കാൻ കുഴപ്പമില്ല. ബ്രോ തിങ്സ് ഹീസ് നെയ്മർ. ഇവൻ തന്നെ ഇതടിക്കും. ഞാൻ പാസ് കൊടുത്ത് പാസ് പോയില്ല. ബ്രോ, ഹൂ ഈസ് ദ മോസ്റ്റ് ഗോൾ സ്കോറർ റൈറ്റ് നൗ? ഹൂ? ഹൂ? ഗോൾ അടിച്ചാൽ പോയിന്റ്സ് കൂടും ഗൈസ്. നിങ്ങളോട് പിന്നെ ഒരു ലാസ്റ്റ് കാര്യം പറയാനുണ്ട്. എപ്പോഴും സീസണിൻ്റെ എൻഡിങ് ലാസ്റ്റത്തെ മാച്ച് ഉണ്ടാവില്ലേ, ആ മാച്ച് എപ്പോഴും ഇതായിരിക്കും ഗൈസ്. എൻ്റെ പേരെന്താണെന്ന് അറിയില്ല, ലെജൻഡ് ആയിരിക്കും. അപ്പോൾ ആ മാച്ച് ജയിച്ചേ പറ്റുള്ളൂ. ആ ബെസ്റ്റ് സാധനം 1-on-1 പോലും പറ്റൂലടാ. ജയിച്ച്. ആരാ മാൻ ഓഫ് ദി മാച്ച്? ബാറ്റിസ്റ്റൂട്ട. അടിച്ചല്ലേ. 9.9 10 കിട്ടിയാൽ പൊളിയായിരുന്നു. 10 കിട്ടിയാൽ പൊളിക്കായിരുന്നു. 4-1 അവൻ ജയിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇത്രയ്ക്ക് ജയിക്കും. നമ്മളിപ്പോൾ ആരായിട്ടാണ് കളിച്ച്? മയോർക്ക ആറാനായിട്ട് ഗൈസ്. 500 ഗോള് മൈ ലീഗിൽ. 500 ഗോൾ. മാച്ചസ് 500 ആയിട്ടില്ല. 170. ബാറ്റിസ്റ്റൂട്ട അടിച്ച്. അവിടെ ഇതിലില്ലാത്ത ബാറ്റിസ്റ്റൂട്ട ഇവിടെ എത്തി. റൊണാൾഡോ. ഓക്കെ. അസിസ്റ്റ്. മെസ്സി കളിച്ചിരുന്നെങ്കിൽ മെസ്സിക്ക് കൂടിയിരുന്നു. അപ്പോളേ ഓക്കെ, ഇതിങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഗോൾ ഡിഫറൻസ് ഓഫ് 84 ഗോൾ, 12 അസിസ്റ്റ്. പയ്യെ ഞാനേ ജമാൽ നഗരം മെസ്സി. റൊണാൾഡോ എന്നെ കളിക്കട്ടെ. റൊണാൾഡോ കുറേ ഗോൾ അടിക്കുന്നു. റൊണാൾഡോ പൊളിയാണ് റൊണാൾഡോ ദി ഗുഡ്. അപ്പോൾ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഇയർബഡൊന്നും അടിക്കണം, അത്ര ഉള്ളൂ, വേറൊന്നുമില്ല. അതെനിക്ക് സൗണ്ടുകളൊക്കെ. അടുത്ത കളി ബിഗിനറിൽ നമ്മൾ ടോപ്പാവണം ഗൈസ്. നമ്മളിരിക്കണം ടോപ്പ്. വേറെ ആരും ടോപ്പാവരുത്, നമ്മൾ മാത്രമേ ഇരിക്കണം ടോപ്പ്. ലയണൽ മെസ്സി. എടാ ശരി. യെസ്. ഇനി അടുത്തത് 10-ാം നിമിഷം 20-ാം സെക്കൻഡിൽ അടിക്കും. അപ്പോൾ കറക്റ്റ് 5 മിനിറ്റ് ആവും.
മെസ്സിക്ക് തന്നെ ബോൾ. മെസ്സി 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 എടാ അവൻ്റെ മേലെ ഇതിന് ബോൾ കൊണ്ടാ ബ്രോ. കാരണം അത് സിമ്പിളായിട്ട് കയറേണ്ടതാണ്. പ്രാവശ്യം നമ്മൾ കയറ്റിപ്പിക്കും. 14. ഓക്കെ 14 ഗോളായി. വില്ലയ്ക്ക് 14ആയി, ബാറ്റിസ്റ്റൂട്ടയ്ക്ക് 13. 13ആയി. ഗൈസ് നിങ്ങൾക്ക് ഇടയിലെ സൗണ്ട് കേൾക്കാത്തത് ലാഗിൻ്റെ ആണ്. അത് കയ്യും കൂടി ഉള്ളിൽ കയറ്റിയിരുന്നില്ല. കയ്യും കൂടി ഉള്ളിൽ കയറ്റിയിരുന്നില്ല. എന്ത് കട്ടുന്നു. ഒരേ നിമിഷം. ഓക്കെ ഫ്രണ്ട്സ്, അതെ ഇവിടെ മഴയായ കാരണം പൂച്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ പൂച്ചകളൊന്ന് വിജയിപ്പിക്കാൻ പോയതാണ്, സേഫാക്കാൻ പോയതാണ്. ഗോൾ. എക്സ്ക്യൂസ് മീ. ഓക്കെ മെസ്സിയുടെ അസിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മെസ്സിനെ അസിസ്റ്റിൻ്റെ ടോപ്പിൽ കയറ്റാം. കമോൺ മെസ്സി, ഓട് മെസ്സി. യെസ്, മെസ്സിയുടെ എത്രയാമത്തെ അസിസ്റ്റ്. എത്രയോ അസിസ്റ്റായി, കുഴപ്പമില്ല. 4 ഗോൾ. മെസ്സിനെ വെച്ചാൽ എനിക്ക് അസിസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അവൻ കുറച്ചും കൂടി നേരത്തെ അടിച്ചിരുന്നെങ്കിൽ. ബ്രോ ജസ്റ്റ് ഹീസ് ബീങ് സോറി മോനു. എവിടെ നിന്നാണ് ഹെഡിങ് അടിക്കുന്നത്? എനിക്ക് ഇത്രയും പ്രതീക്ഷ ഒന്നും വേണ്ട ഗൈസ്, ഇത്ര ഒന്നും വേണ്ട. നല്ല അടി അടിക്കണം എനിക്ക്. പുറത്തടിച്ച് നാണമില്ലാത്തവൻ. ഇതെങ്കിലും കേട്ടില്ല. ഇത് കുറേ ഗോള് ഹെഡിങ് ആണ് അടിച്ചത്, ഒന്നുപോലും മര്യാദക്ക് ഇത് ചെയ്തിട്ടില്ല. യെസ്, ബാറ്റിസ്റ്റ 3 അടിച്ചെന്ന് തോന്നുന്നു, 3 4. അതിലെത്ര 3 കണ്ട് ഹെഡ്. എന്തായി മാർക്ക് ചെയ്യാൻ തുടങ്ങി, അവന്മാർ മാർക്ക് ചെയ്യാൻ തുടങ്ങി. ഗൈസ് ഇത് വേറൊരു സ്റ്റൈലാണ്. കണ്ട എങ്ങനെ പൊളിയല്ലേ ഇത്? എന്നിട്ട് ഇത് ഞെക്കാണ്ട്, സെലിബ്രേഷൻ്റെ ഇത് ഞെക്കാണ്ട് നമ്മുടെ വിരലുകൊണ്ട് അങ്ങോട്ട് നീക്കിയാൽ മതി. നമ്മുടെ ജോയ്സ്റ്റിക്കൊക്കെ നീക്കൂലേ, അതേപോലെ ഇങ്ങനെ നീക്കിയ അറ്റം വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ഇങ്ങനെ വേറെ വല്ല ഇതായിട്ടുള്ള സെലിബ്രേഷൻസ് കൊടുക്കും. മെസ്സി അതിനെ കൊണ്ട് തന്നെ പാസ് എടുപ്പിക്കണം. ഇപ്പം അതെ അടുത്തത്. നോ വേ ബ്രോ, നോ വേ. ഇവന്മാർ കാശ് കൊടുത്തുണ്ടോ എന്നൊരു ഡൗട്ട് ഗൈസ്. കേറിയില്ല.
എറിയുന്നൊന്ന് പ്രതീക്ഷിച്ചു. ഗൈസ് ഇവിടെ നോക്ക് ഗൈസ്, റൊണാൾഡോ എന്തൊരു ഈസി ചാൻസാണ് മിസ് ചെയ്ത് കളയണേന്ന്. ഇതേപോലെ കുറേ മിസ് ചെയ്തു. പിന്നെ ബാറ്റിസ്റ്റൂട്ടിൻ്റെ ഇടയിൽ ഒരു ഹെഡിങ് ഇട്ട് ചെയ്യിച്ചു, ഒരു 11ാമത്തെ ഗോൾ. ഓഫ്, അത് നല്ല ഹൈറ്റിൽ ചാടിയിട്ടാണ് അടിച്ചത്. എൻ്റെ ക്രിസ്ത്യാനോ വന്നു കഴിഞ്ഞാൽ എനിക്കത് അവൻ സമ്മതിക്കത്തില്ല, ഈ ആൻ്റോണിയോ. എന്ത് ചെയ്യാനാണ്? Give it to me. മെസ്സിയുടെ കയ്യിൽ കൊടുക്കാൻ പോകുമ്പോൾ അവൻ്റെ കയ്യിൽ കൊടുക്കൂല. ബ്രോ ബ്രദർ, ഞാൻ ശരിക്കും ബാറ്റിസ്റ്റൂട്ടൊക്കെ ലഗേജ് കൊടുക്കാൻ നോക്കിയത്. ഈ ബാറ്റിസ്റ്റൂട്ട മാത്രം എന്തായിട്ടാണ് ഇങ്ങനെ ഓഫ് സൈഡാണത്? ഇവർക്ക് എന്തിൻ്റെ കഴപ്പാണ്? എനിക്ക് അങ്ങനെ ഒരു ഗോൾ അടിക്കണോ? ഞാൻ അങ്ങനെ ഒരു ഗോൾ അടിപ്പിക്കും എങ്ങനെയെങ്കിലും. ലിയോണൽ മെസ്സി ഇല്ല. എന്തിനാണ് ഇങ്ങനെ കറുവായി അവൻ്റെ കയ്യിലേക്ക് തന്നെ കറുവായി പോകുന്നു? ഇത് എങ്ങനെ? ഇതിലാരാ മാൻ ഓഫ് ദി മാച്ച്? ബാറ്റിസ്റ്റൂട്ട. എത്ര ഗോൾ അടിച്ചോന്ന് എനിക്കറിയില്ല. കുറേ ഗോൾ അടിച്ചെങ്കിൽ വേറെ ലെവൽ. 2-0 ജയിക്കും അവന്മാർക്ക് വേണ്ടി ബിഗിനറിലിട്ട് കൊടുക്കുമ്പോൾ അവന്മാർ 2-0 ജയിക്കും. ആകെ ഈ മാച്ച് ലെജൻഡ് ഗൈസ്. ഇതൊക്കെ തോറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞ് കഥ കഴിഞ്ഞ്. ബ്രോ വാട്ട് ആം ഐ സീയിങ്? 19 ഗോൾ ഗൈസ്. ദിസ് ഗൈ 19 ഗോൾ. ദിസ് ഗൈ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ മാച്ച് നാളെ കളിക്കാമെന്ന് തോന്നുന്നു. അപ്പം യെസ്, നമുക്ക് ഇത് വെച്ച് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എനിക്കിന്ന് ടോണി ആഡംസിനെ കിട്ടി. പിന്നെ വേറെ അങ്ങനെയൊന്നുമില്ല. പിന്നെ നെയ്മർ, ഒരു നിമിഷം വീഡിയോ അവസാനിക്കണമെന്ന് നെയ്മറിനെ വെച്ച് അവസാനിപ്പിക്കും. ഇല്ല, കുറേ ഇതായി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അപ്പോൾ നാളെ നമുക്ക് എപ്പിസോഡ് 11 വന്ന് കണ്ടിന്യൂ ചെയ്യാൻ ബാക്കി. സോ കൊറോണ ഒക്കെ ഇങ്ങനെ വന്നെന്ന് അറിഞ്ഞ് ഇവിടെ തമിഴ്നാട്ടിലൊക്കെ കൊറോണ വന്നെന്ന് അറിഞ്ഞ് സേലത്തൊക്കെ. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക.